ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള 27 നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. അതിൽ അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ 15 നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ മേടം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കർമ്മപരമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഉയർച്ചയ്ക്കും മനസന്തോഷത്തിനും അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് തൊഴിൽ അന്വേഷകർക്കും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. കൂടാതെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം പറയുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, 7ര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ 12ാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും 5ാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് അനാവശ്യമായിട്ടുള്ളതായ ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും ഈ സമയങ്ങളിൽ പ്രതിസന്ധികളിൽ തളരാതെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കൂടാതെ ചിലവ് വർധനവിന് കൂടുതലും സാധ്യത കാണുന്നത് കൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത്. അതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ ഭഗവാനെ രുദ്രധാര ചെയ്യുന്നതും പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. കാർത്തിക നക്ഷത്രം 45 നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ.
വിശേഷിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനപരമായിട്ടായാലും ധനപരമായിട്ടും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും മനോബലത്തിനും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ 6-ാം ഭാവനാഥനായിക്കൊണ്ട് 12-ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് വ്യയസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസത വരാതെ ക്ഷീണം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് പട്ടുടയാട സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് കടും പായസം ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. മകീരം നക്ഷത്രം 30 നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ മിഥുനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെ വളരെ നല്ല ഒരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത്. പ്രത്യേകിച്ച് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം തന്നെ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. കൂടാതെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം പറയുന്നുണ്ട് ഈ ഒരു ആഴ്ചക്കാലത്ത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ്. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും സഹസ്രനാമാർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. കൂടാതെ പുണർദം നക്ഷത്രം 15 നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടിച്ചേരുന്ന കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ചില സമയങ്ങളിലാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് മനസ്സിനുണ്ടാകുന്നതായ ടെൻഷൻ മൂലം തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കേണ്ടതാണ്. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കേണ്ടുന്നതായ ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും ഈ ഒരു സമയത്ത് പഠന സംബന്ധമായിട്ട് കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത്. വിശേഷിച്ച് ചിലവ് വർധന മൂലം സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. അതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ ഈ ഒരു സമയങ്ങളിൽ നഷ്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലോ 7-ാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ വളരെയധികം ആത്മബന്ധവും മനസ്സന്തോഷവും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്.
അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതകളും എല്ലാം തന്നെ മെച്ചപ്പെടുവാനും അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം നല്ല ഒരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. കൂടാതെ ഈ ഒരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, 7ാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരന് അഷ്ടമഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു സമയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ചിങ്ങം രാശിക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് ശനീശ്വരൻ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. ഉത്രം നക്ഷത്രം 45 നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ കന്നിരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നുണ്ട്. ഈ ഒരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, 7ാം ഭാവത്തിലാണെങ്കിൽ കണ്ടകശനിയുടേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും 2ാം ഭാവാധിപതിയും കുടുംബാധിപതിയുമായിരിക്കുന്ന ശുക്രൻ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും അഷ്ടമാധിപതിയായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിൽ ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് കടും പായസം ചെയ്യുന്നതും വളരെ നല്ലതാണ്. കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു സമയങ്ങളിൽ കാണുന്നത്. ചിത്തിര നക്ഷത്രം 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ.
ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ മനസ്സന്തോഷത്തിനും അതിനനുയോജ്യമായിട്ട് അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ടെങ്കിലും 5-ാം ഭാവത്തിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്രത്തിലാണെങ്കിൽ ആയില്യ പൂജ ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. വിശാഖം നക്ഷത്രം 15 നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും ദീർഘവീക്ഷണത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കർമ്മപരമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും സന്താനഭാവങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ധനപരമായിട്ടാണെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തൻ്റേതായ അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്, പ്രത്യേകിച്ച് ഈ ഒരാഴ്ചക്കാലത്ത്. ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവാന് തുളസിമാല ചാർത്തുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ ധനുരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ്. പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും അതുമൂലം മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെ വളരെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. ഉത്രാടം നക്ഷത്രം 45 നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ മകരം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ അവരുടെ ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലോ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം തന്നെ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്.
പ്രത്യേകിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത്. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. അവിട്ടം നക്ഷത്രം 30 നാഴികയും ചതയം നക്ഷത്രവും പൂരോരുട്ടാതി നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ കുംഭം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും എല്ലാം അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുവഴി മനസ്സന്തോഷത്തിനും അതുവഴി ധനപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം, ജന്മരാശിയിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ടും ജന്മരാശ്യാധിപനായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ 7.5 ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ യാത്രകളിലെല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ രുദ്രധാര ചെയ്യുന്നതും ശ്രീരുദ്ര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നീലപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമാണ് ഈ ഒരു സമയങ്ങളിൽ. പൂരോരുട്ടാതി നക്ഷത്രം 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ മീനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലോ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുവഴി മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അതുവഴി മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നീലപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്.